മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഇന്നലത്തെയൊക്കെ ഇ ഡിയുടെ പ്രസ്താവനയിൽ നിന്ന് മറനീക്കി ഒഴിച്ചെത്തു വരുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ. ഇതിലൊന്നും CPI കക്ഷിയേ അല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. ഒന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. കേട്ടില്ലേ നാട്ടാരെ, നമ്മുടെ കണ്ണൂർ കോര രാജാവ് 10 വർഷക്കാലം നമ്മുടെ ഈ കേരളം മുഴുവൻ അടക്കി വാണ് ഭരിച്ച് മുടിച്ച് തകർത്തപ്പോൾ ഇവിടെ ഉള്ള സഖാത്തികളെല്ലാം കൊണ്ട് തിരുവാതിര പാടിച്ച് കാരണഭൂതനെന്ന് ഈ കമ്മ്യൂണിസം മുഴുവൻ, ലോകം മുഴുവൻ പാടിപ്പുകഴ്ത്തുന്ന കാരണഭൂതൻ അക്കാലത്ത് നിയമസഭയിൽ പറഞ്ഞതാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്. ഈ പച്ച പരമാർത്ഥം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് എന്ത് തന്നെ ആയാലും കോടാലിക്കമ്പ് കുലം മുടിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീണമോള് കുലം മുടിപ്പിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ്. അതിനി CPMൻ്റെ കുലം മുടിക്കുമോ അതോ പിണറായി വിജയൻ്റെ കുലം മുടിക്കുമോ എന്നെ നമുക്കിനി കണ്ടറിയേണ്ടതുള്ളൂ. എന്ത് തന്നെയായാലും ഭർത്താവ്, അതായത് പിണറായിയുടെ മരുമോ മുൻ മന്ത്രി റിഹാസ് മുതലാളിയെയും കൂട്ടാളികളെയും കൂടി ED ചോദ്യം ചെയ്തപ്പോഴേ തന്നെ CPMൻ്റെ ചാവേറുകളാരായിട്ട് നമ്മുടെ DYFI SFI ഗുണ്ടകളെ ഇറക്കി ഒരു ഭയങ്കര സംഘർഷം ഇവിടെ ഉണ്ടാക്കി കുറേ എണ്ണത്തിനെ അടിച്ച് തകർക്കാനായിട്ട് ഗൂഢാലോചന നടത്താൻ അടുത്ത ഞായറാഴ്ച പിണറായി വിജയൻ ഗൂഢാലോചന സഭ വിളിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ED മറ്റൊരു വെളിപ്പെടുത്തലൊക്കെ നടത്തിക്കളഞ്ഞത്. ഇതുവരെ എല്ലാവരെയും കരുതിയിരുന്നത് 2.78 കോടി രൂപയാണ് നമ്മുടെ വീണ മോള് അടിച്ചുകൊണ്ട് പോയെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ED വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ 2.78 കോടി ഒന്നുമല്ല, 20 കോടി രൂപയാണ് ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നത്. അത് കേട്ടപ്പോഴേ തന്നെ അന്തം കമ്മികളുടെ നെഞ്ചകം പറഞ്ഞു വീണ് കൂട്ടക്കരച്ചിലായിരിക്കുകയാണ്. ഈ കൂട്ടക്കരച്ചിലിനിടയിൽ നമ്മുടെ ബിനോയ് വിശ്വം CPI അതിൻ്റെ കടമയങ്ങ് നിർവഹിച്ചു. പീലാത്തോസ് കൈയൊഴിയുന്നത് പോലാണ് നമ്മുടെ ബിനോയ് വിശ്വം കൈയൊഴിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയം വേറെ, കച്ചവടം വേറെ എന്ന് വെച്ചാൽ അച്ഛനും മോളും അങ്ങ് അനുഭവിച്ചാൽ മതി, ഞങ്ങളിത് അനുഭവിക്കുകയില്ലെന്ന്. ഇനിയിപ്പോൾ കോഴമാണി എന്ന തൻ്റെ തന്തയെ വിളിച്ച് പരിഹസിച്ച് നിയമസഭ മുഴുവൻ അടിച്ചു തകർത്ത് ഈ നമ്മുടെ കാട്ടാളന്മാരെല്ലാം അവിടെ കിടന്ന് ഞവരക്കഞ്ഞി വെച്ചതുപോലെ എളിഞ്ഞിരുന്ന് എല്ലാത്തിനെയും അടിച്ചിറക്കി വിട്ട്, എന്നിട്ടും അതിൻ്റെ പുറകെ പോയി ഇച്ചിരി നക്കാപ്പിച്ച തിന്നുകൊണ്ടിരുന്ന നമ്മുടെ മാണിമോനിനി എന്ത് പറയുമെന്ന് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ. അതെന്ത് തന്നെ ആയാലും പിണറായിയും മരുമോനും ഇനി നിയമസഭയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകുമ്പോൾ കരഞ്ഞ് മൂക്കള പിഴിഞ്ഞ് മുണ്ടി തേച്ച് നടക്കുന്ന പിണറായി വിജയനെയും മരുമോനെയും കണ്ട് ഈ നമ്മുടെ കോൺഗ്രസ്സുകാരും BJPക്കാരും അമ്മായിയപ്പനെ മരുമോനെ മോളെ കൂടെ പിടിച്ച് കെട്ടിത്തൂക്കി കൊല്ലുവോ അതോ സ്വയം തൂങ്ങിച്ച തുടങ്ങുമോ എന്ന് മാത്രമേ ഇനി കണ്ടറിയാനുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് 2 കമ്പനികളുടെ ഇടപാടുകളാണ്. അതിലൊന്നും ജനങ്ങൾക്കൊരു കഥയുമില്ല, ഒരു കാര്യവുമില്ലെന്ന് ന്യായീകരിച്ച് വെളുപ്പിച്ച് നടന്ന ബാലഗോപാലന്മാരും പൊട്ടൻ ഗോവിന്ദനും തോമസ് ഐസക്കുമാരും ഒക്കെ ഇനി മൂക്കള വിഴിഞ്ഞ് അവരും മുണ്ടി തേച്ച് തേരാപ്പാര തെണ്ടി നടന്ന് CPMനെ നശിപ്പിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിവുള്ള നട്ടലുള്ള ഒരുത്തനും CPMനകത്തില്ല എന്നതാണ് സത്യം. മാത്രമല്ല, ഈ ശബരിമല കൊള്ള നടന്നതിന് ശേഷം
നമ്മുടെ ഈ കേരളത്തിലെ അമ്മച്ചിമാരെല്ലാം പിണറായി വിജയനെ തലയടിച്ച് പിരാഗി നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ പൂവത്തൂർ ചിത്രസേനൻ എഴുതി ഈ സഖാത്തികളെല്ലാം കൂടി തിരുവാതിര കളിച്ച് പാടിപ്പുകഴ്ത്തിയ പിണറായി വിജയനെ കമ്മ്യൂണിസത്തിൻ്റെ കാരണഭൂതനെ ഇനി ഈ ചേച്ചിമാരും ഈ സഖാത്തിമാർ ചിന്താ ജെറോമുമാരും മുതൽ സകല സഖാത്തിമാരും കൂടെ ഇനിയും പാടിപ്പുകഴ്ത്തി നമ്മുടെ വാഴ്ത്തുപാട്ട് പാടി ഈ കേരളത്തിൽ എന്നും ഇവരുണ്ടാകണമെന്ന് മാത്രമേ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ.